Hi friends, once again welcome back to T-Blog from Mavelikara. Okay, ജെയിംസ് ഗണ്ണറിന്റെ ലാറ്റസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ഡി സിയുടെ തന്നെ പുതിയ ലോകത്തിലെ പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഫിലിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സൂപ്പർമാൻ. അതിന് വേറെ അഡീഷണൽ ടൈറ്റിൽ ഒന്നുമില്ല, സൂപ്പർമാൻ എന്ന് മാത്രം. ഓക്കെ, ഈ ഫിലിം ഞാൻ ഇന്ന് കണ്ടു. ഇന്നായിരുന്നു ഒഫീഷ്യലി റിലീസ്. ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു തിയേറ്ററായിട്ടുള്ള കറ്റാണം ഗാനം എന്ന് പറയുന്ന തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും കുറച്ച് ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് പറഞ്ഞു വെച്ചേക്കാം. സിനിമ എന്ന് പറയുന്നത് സാധാരണ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടത് മാൻ ഓഫ് സ്റ്റീലും അതോടൊപ്പം തന്നെ ഇപ്പം ഇറങ്ങി ഈ സൂപ്പർമാനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, സ്നാഫ്നൈഡറിന്റെ കട്ടായിട്ടുള്ള മാൻ ഓഫ് സ്റ്റീൽ തന്നെയായിരുന്നു. ഈ ഒരു ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാനിലോട്ട് വരുവാണെങ്കിൽ എന്താ പറയാ, ഞാൻ ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒപ്പോ ഫോൺ ഉണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്യുന്ന ഒപ്പോയാണ്. ഒപ്പോ ഫോണിലാണെങ്കിൽ ഈ ഒടുക്കത്തെ ഫിൽറ്ററും അല്ലെങ്കിൽ ഒടുക്കത്തെ കളർ ഗ്രേഡിങ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ആയിട്ട് വെളുപ്പിക്കും. അതുപോലെ ഒരു വെളുപ്പീരായിരുന്നു. എന്താ ടോട്ടലി എന്താ പറയാ, ഈ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു എന്താ പറയാ, ഡാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അതിലുപരി നമുക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ആ ഐഡിയ പൊളിച്ചെടുത്തിയ ഒരു സംഭവമായിരുന്നു. അത് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ള സൂപ്പർമാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ MCU ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയൺമാൻ, അല്ലെങ്കിലും മറ്റുള്ള സൂപ്പർ ഹീറോസ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യമായിട്ട് വെളിയിൽ നിന്ന് കണ്ടിട്ടുള്ളൊരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യയിലെ ശക്തിമാനെ ഒരിക്കൽ വെളിയിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സൂപ്പർമാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തത് വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല ഈ ഫലം. ചിലവർക്ക് ബാക്കിയുള്ളത്, പിന്നെ ഇതിനകത്ത് പട്ടിസാറ് വരുന്നുണ്ട്. അത് എനിക്കൊന്ന് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയായിരിക്കും. പട്ടിസാറ് എന്നല്ല, ഞാൻ അങ്ങനെ പറഞ്ഞ വേറൊരു രീതിയായിരിക്കും. സൂപ്പർമാൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഡോഗ് നല്ല രീതിയിൽ എന്താ പറയുക, ചിലയിടത്തൊക്കെ കോമഡി കാര്യഗൗരവമായിട്ട് പോകേണ്ട സ്ഥലത്ത് കോമഡി കൊണ്ടുവന്ന് കുത്തിക്കൈ വെച്ചേക്കുന്നത് എന്തിനാണോ എന്തോ. പിന്നെ മാൻ ഓഫ് സ്റ്റീലിനെ അപേക്ഷിച്ച് കണ്ടുവന്നവർക്കൊന്നും ഇത് പിടിക്കണമെന്നില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പല സൂപ്പർമാനായിക്കോട്ടെ, ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ ഒരു സീരീസ് ഉണ്ടോ, സൂപ്പർമാൻ മിസസ് ലൂയിസ് എന്ന് പറഞ്ഞത്, ഇതൊക്കെ കണ്ടവർക്കൊന്നും ഇത് പിടിക്കണമെന്നില്ല. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ വീക്ഷണമാണല്ലോ. ഓക്കെ, അപ്പം എങ്ങനെയെന്താ പറയത്തില്ല. ഏതായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോയി കാണുക. ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഓക്കെ, ഇറ്റ്സ് മീ ടിനു വർഗീസ്. പിന്നെ 3D എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് എത്രത്തോളം മികച്ചതാണോ എനിക്കറിയാം. പല തിയേറ്ററിലും പല കാറ്റഗറിയിലായിരിക്കും. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിനു വർഗീസ് ഫ്രം T-Blog സൈനിങ് ഔട്ട്.